പെയ്യുന്നത്. ഇന്നലെ രാത്രിയോട് പെയ്ത മഴ ഇന്നും തോരുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു കാറ്, ഏകദേശം ഒരു ഇന്നോവ കാറാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാർ ഇപ്പോൾ ഒലിച്ചുപോയി നിൽക്കുന്നു. അതിൽ ഒരു 2-3 ആളുകൾ ഇപ്പോൾ കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരം മച്ചുവേൽ മുകുളി റോഡ് ഇടിഞ്ഞു വീണാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഈ ഒരു റോഡിലുണ്ടായിരുന്ന കാറാണ് ഇന്ന് രാവിലെയോടെ ഒലിച്ചു പോയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരു ഭാഗത്തെ പല പ്രദേശങ്ങളും അതുപോലെ വീടുകളും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ്. ഏകദേശം 15 വീടുകൾ വെള്ളത്തിനടിയിലായിരിക്കുന്നു. മനസ്സിലായി. അർച്ചന, ആ കാറിൽ ഇപ്പോൾ യാത്രക്കാരുണ്ടോ, അതോ ആ കാറ് തിരികെ കയറ്റാനുള്ള ശ്രമമാണോ നടക്കുന്നത്? അരുൺകുമാർ, കാർ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാറിൽ ആളുകളൊന്നുമില്ല. ഇന്ന് രാവിലെയായിരുന്നു ഈ ഒരു റോഡിൽ ഈ കാറ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ കാറ് ഇത്തരത്തിൽ റോഡ് ഇടിഞ്ഞ് ആ ഭാഗത്തേക്ക്, കൃഷിയിടത്തിലേക്ക് അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. കാറിൽ ആളുകളില്ല. പകരം ആ കാറ് കരയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കയറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ആളുകൾ കയറ്റാനുള്ള ശ്രമം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ചേട്ടാ, ഇന്നലെ എപ്പോഴായിരുന്നു സംഭവം? ഈ ഒരു കാർ എപ്പോഴാണ് ഒളിച്ചു പോയത്? ഒരു 4:30 മണിയാവും. രാവിലെ 4:30 മണിക്കാണ് ഈ കാർ ഒഴിച്ചു പോയതാണ്. മജിവേൽ പ്രദേശമാണ്, മീഞ്ച പഞ്ചായത്തിൻ്റെ മജിവേൽ മുകളി പ്രദേശത്താണ് ഈ കാർ അവിടെ നിർത്തി വെച്ചിട്ട് ഒരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. രാത്രിയാണ് ഒരു കാണുന്നത് 4:30 മണിയാകുമ്പോൾ. ഇപ്പോൾ ആ കാറിനെ സ്ക്രീനിലാണ് വലിച്ച് മുകളിലിടുന്ന സംഭവം നടന്നുകൊണ്ട്. ചേട്ടാ, ഏകദേശം ഒരു 15ഓളം വീടുകൾ തന്നെ ഇവിടെ വെള്ളത്തിനടിയിൽ. 15 വീടാണ് വെള്ളത്തിനടിയിൽ. എല്ലാവരും വേറെ പാർപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും മുകളിലുള്ള ഒരു ബന്ധു വീട്ടിലാണ് ഇപ്പോൾ പാർപ്പിച്ചിട്ടുള്ളത്. ഇല്ലായിരുന്നു, കാറ് ആരും ഇല്ലായിരുന്നു. അരുൺകുമാർ, അത് തന്നെയാണ്, പേടിക്കേണ്ട സാഹചര്യമില്ല. കാറിൽ ആളുകളൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കരയിലേക്ക് കയറ്റാനുള്ള ശ്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4-5 ആൾക്കാർ ചേർന്നാണ് ഇത്തരത്തിൽ കാർ കയറിലേക്ക് കയറ്റുന്നതും. അരുൺ, അർച്ചന, അതായത് ഇപ്പോൾ ഈ കാർ ഉള്ളതൊരു പറമ്പിലാണോ? അതായത് റോഡ് ഇടിഞ്ഞ് ഈ കാറോട് കൂടി ആ സ്ഥലം ഒലിച്ചു പോവുകയായിരുന്നോ ചെയ്തത്? അവിടെ ആളുകൾ നീന്തിയാണ് ആ കാറിൻ്റെ അടുത്തേക്ക് വരുന്നത്. അരുൺ, അത് തന്നെയാണ്, കാറിനടുത്തേക്ക് ആളുകൾ നീന്തിയാണ് അങ്ങോട്ടേക്ക് പോയതും. ഈ ഒരു റോഡ് ഒലിച്ചു പോവുകയായിരുന്നു. അതൊരു കൃഷിയിടമാണ്. ആ കൃഷിയിടത്തിലേക്കാണ് ഇത്തരത്തിൽ ഈ ഒരു കാറ് ഒലിച്ചു പോയത് എന്നുള്ളതാണ്. ഇപ്പോൾ ആളുകളെല്ലാം ചെന്ന് ആ കാറ് തിരികെ കയറ്റുന്നൊരു സാഹചര്യമാണ്. അവിടേക്കൊക്കെ നല്ല വെള്ളം തന്നെയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ നല്ല വെള്ളം തന്നെയാണ്. അവിടേക്കൊക്കെ ആളുകൾ നീന്തി അങ്ങോട്ട് പോയൊരു സാഹചര്യമായിരുന്നു. എന്തായാലും അതിനിടയിൽ തന്നെ ഒരു ബൈക്കും ഒരു സ്കൂട്ടിയും അത്തരത്തിൽ ഒലിച്ചു പോയിരുന്നു. പക്ഷേ രാവിലത്തോടെ ആ സ്കൂട്ടി കരയ്ക്ക് എത്തിച്ചൊരു സാഹചര്യം തന്നെയാണ്. ആളുകളെല്ലാം ചേർന്ന് കരയ്ക്ക് എത്തിച്ച സാഹചര്യം തന്നെയാണ്. ഏതെങ്കിലും പുഴയാണോ, നമ്മൾ പുഴയുടെ തീരമാണോ ഇത്? അരുൺകുമാർ, പുഴയുടെ തീരമല്ല, പകരം ഒരു കൃഷിയിടമാണ് ഇത്. കൃഷിയിടത്തിലേക്കാണ് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാത്രിയോടെ പെയ്ത മഴയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതിലുള്ള ഈ വെള്ളം കയറിയൊരു സാഹചര്യമായിരുന്നു. അരുൺകുമാർ, നേരത്തെ ഉണ്ടായിരുന്ന റോഡ് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്തെ റോഡാണ് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ ദൃശ്യങ്ങൾ ഒന്ന് പാൻ ചെയ്ത് കാണിച്ചാൽ അത്തരത്തിൽ ആ റോഡ് നമ്മൾ കാണുന്നുണ്ടാവും. ആ റോഡാണ് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ മരങ്ങളടക്കം കടപുഴകി വീണ ഒരു സാഹചര്യമായിരുന്നു. ഇതാ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം. മരങ്ങളടക്കം കടപുഴകി വീഴുന്നു. ഈ ഒരു ഭാഗത്തായിരുന്നു കാർ ഉണ്ടായിരുന്നു. കാറും ഒപ്പം തന്നെ ബൈക്കും ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു കാറാണ് ഇവിടെ കിടന്നിരുന്ന കാറാണ് ഒലിച്ചു പോകുന്നത്. അവിടെ അർച്ചന, ആ ഭാഗത്തേക്ക് പോകണ്ട, അവിടെ നിന്ന് കരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി. ഇതാണ് റോഡിന്റെ വിഷ്വൽസ്. നമുക്ക് ദൂരെ നിന്ന് അത് ഫോക്കസ് ചെയ്ത് കാണിച്ചാൽ മതി. ഇതാണ് ആ റോഡ്. മഞ്ചേശ്വരത്ത് കൂടുതൽ ആൾതാമസമുള്ള സ്ഥലത്തേക്ക് പോകുന്ന ഒരു പഞ്ചായത്ത് റോഡാണെന്ന് തോന്നുന്നു. ആ റോഡ് പൂർണ്ണമായിട്ടും ഇടിഞ്ഞു. അതിനിടയ്ക്ക് അതുവഴി മടം ഒട്ടുന്നത് പോലെ ഒരു ചെറിയ തോട് ആ ഭാഗത്തുണ്ടായിരുന്നു. ആ തോടിന് കുറുകെ മുഴുവൻ ആ റോഡും ഇടിച്ച് ഒലിച്ചുകൊണ്ടാണ് പോയത്. കാർ ഇവിടെ ഈ റോഡിലാണോ കിടന്നിരുന്നത്? അരുൺകുമാർ, ഈ ഒരു ഭാഗത്ത് തന്നെയായിരുന്നു, ഈ ഒരു റോഡിന്റെ മധ്യഭാഗത്തായിരുന്നു കാർ ഉണ്ടായിരുന്നത്. ആ കാറാണ് ഒളിച്ചു പോയി. ഇന്നലെ രാത്രി, അതായത് ഇത്രയും ദൂരം, ഏകദേശം ഒരു 200-250 മീറ്ററോളം കാറ് ആ റോഡിൽ നിന്ന് ഒലിച്ചു പോയി അല്ലേ, ബൈക്കും? അതെ, അത്തരത്തിൽ കാറും
ബൈക്കും അത്ര ദൂരം ഒലിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വലിയൊരു ആളുകളെല്ലാം ചേർന്ന് ഇപ്പോൾ കരക്കെത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 5-6 പേരോളം ആളുകൾ അവിടെ തന്നെയുണ്ട്. അതുപോലെ നമുക്ക് ഈ ദൃശ്യങ്ങൾ, ഈ ഒരു റോഡ് ഇടിഞ്ഞു വീണ ദൃശ്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് വ്യക്തമായി തന്നെ കാണാം കടപുഴകി വീഴുന്ന ഒരുപാട് മരങ്ങളടക്കം ഇവിടെയുണ്ട്. ഈ ഒരു പ്രദേശത്തിന്റെ അപ്പുറങ്ങളിലുള്ള വീടുകളെല്ലാം ഇപ്പോൾ ഭീഷണിയിലാണ് എന്നുള്ളതാണ്. കാരണം ഒരുപാട് വീടുകൾ വെള്ളം കയറിയിരിക്കുന്നു. അവിടെയുള്ള ആളുകളെല്ലാം മാറ്റി പാർപ്പിച്ചൊരു സാഹചര്യം തന്നെയാണ് അരുൺ.